2047 ഭാരതം ഒരു വികസിത രാജ്യമാക്കുക എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ലക്ഷ്യം. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി അതിനെപ്പറ്റി എപ്പോഴും പറയുന്നുണ്ട്. ആരായിരിക്കും 47 ആരായിരിക്കും അന്നത്തെ യുവാക്കൾ, അന്നത്തെ ചെറുപ്പക്കാർ? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ മക്കളായിരിക്കും. അവരപ്പോഴേ യുവാക്കളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവരായിരിക്കും ആ ഒരു ആധുനിക രാഷ്ട്രത്തേക്ക്, ഒരു വികസിത രാജ്യത്തിലേക്ക് അവരായിരിക്കും അതിനെ നയിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും 1947 മുതലുള്ള നമ്മുടെ തലമുറയുടെ അധ്വാനത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ്. കാരണം നിരന്തരമായിട്ടുള്ള നമ്മുടെ മുൻ തലമുറകൾ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് പടിപടിയായിട്ട് രാജ്യം വികസനത്തിലേക്ക് വന്നത്. അങ്ങനെ 2014 ആയപ്പോഴത്തേക്കും 10ാം സ്ഥാനം. 2014 ശേഷം ദ്രുതഗതിയിലുള്ള വികസനമാണ്, ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടുകൂടി. ആരാണ് അധ്വാനിക്കുന്നത്? ജനങ്ങളാണ് അധ്വാനിക്കുന്നത്. ജനങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ടാണ് രാജ്യം വികസിക്കുന്നത്. ഇപ്പോഴും അതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മളിന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുക. ലോകത്തിലെ സാമ്പത്തിക ശക്തിയാകുന്ന അവസരത്തിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് GDPയുടെ അടിസ്ഥാനത്തിലാണ്. GDPയുടെ അടിസ്ഥാനത്തിൽ മൊത്തത്തിലുള്ള ഉൽപാദനത്തിൻ്റെ ഫലമായിട്ടാണ് 4ാമത്തെ ശക്തിയായിരിക്കും. ഇനി അത് ഓരോ കുടുംബങ്ങളിലേക്കും എത്തണം, ഓരോ വ്യക്തികളിലേക്കും എത്തണം. അപ്പം നമ്മുടെ വരുമാനം വർദ്ധിക്കും. ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിച്ചാൽ ആ കുടുംബം ഒരു വികസിത കുടുംബമായിട്ട് മാറും. ഇപ്പം തന്നെ നമുക്കറിയാം, ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യങ്ങൾ കൂടും. ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തും. അങ്ങനെ ഓരോ കുടുംബങ്ങളും വികസിത കുടുംബങ്ങളായിട്ട് മാറുവാനുള്ള ശ്രമമാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ ആ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഇനി രാജ്യം ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങളുടെ വരുമാനം കൂട്ടുക, കുടുംബത്തിൻ്റെ വരുമാനം കൂട്ടുക. അങ്ങനെ ഓരോ കുടുംബവും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള അവസരത്തിൽ പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്ര വികസനത്തിന് വേണ്ടി, വികസിത ഭാരതത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്, ഓരോ കുടുംബവും ചെയ്യുന്നത്, നിങ്ങൾക്കാകാവുന്ന രീതിയിൽ അധ്വാനിക്കുക. അധ്വാനിച്ചിട്ട് കുടുംബത്തിൻ്റെ വരുമാനം കൂട്ടി ആ രീതിയിലേക്ക് വികസിക്കുക. അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്കാരെയും തോൽപ്പിക്കാൻ സാധിക്കില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഭാരതത്തിലാണ്. ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്, ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് ഭാരതത്തിലാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജില്ലാത്ത വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങി, അല്ലേ? അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉൽപ്പാദനം കൂടില്ലേ? ഉൽപ്പാദനം കൂടുമ്പോൾ ആ കമ്പനികളിൽ ജോലിയുടെ അവസരം കൂടും, കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്ന അവസരത്തിൽ കൂടുതൽ കുടുംബങ്ങൾ രക്ഷപ്പെടും. മിക്സി ഇല്ലാത്ത വീട്ടുകാർ മിക്സി വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ സൈക്കിളുള്ളവർ നമ്മുടെ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കും. അതുപോലെ ബൈക്കുള്ളവർ കാറ് വാങ്ങിക്കും. അങ്ങനെയല്ലേ വികസിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ മക്കളും അങ്ങനെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് വികസിത ഭാരത സങ്കല്പം. നമ്മൾ അധ്വാനിക്കുക,
നമ്മൾ സമ്പാദിക്കുക, അധ്വാനിച്ചാൽ മാത്രം പോലെ സമ്പാദിക്കണം. അത് മുഴുവൻ അടിച്ചു പൊളിച്ച് കളഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ആ സങ്കല്പമാണ് ഇവിടെ പറയുന്നത്. ഇപ്പം വികസിത ഭാരതം എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുന്നത് വേറെ എന്തൊക്കെയോ സങ്കല്പങ്ങളാണ്, വേറെ ആരെയോ ചെയ്യേണ്ടിയ കാര്യമാണ്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ചെയ്യേണ്ടിയ കാര്യമാണ്, ടെക്നോളജിക്കാർ ചെയ്യേണ്ടിയ കാര്യമാണ് എന്നൊക്കെയാണ് എല്ലാവരും കരുതുന്നത്. അതിനു കൊണ്ടുപോകാൻ വഴി ഇപ്പം ഇവിടെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. ഇത് എൻ്റെ മിനിസ്ട്രിയാണ് രണ്ടും. ഇത് ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് ഈ നടപ്പിലാക്കുന്നത്. ഈ CMFRA എന്ന് പറയുന്നതും എൻ്റെ വേറെ വകുപ്പാണ്. ഇത് ഫിഷറീസ്. ഇത് അങ്ങനെ നടപ്പിലാക്കുന്നതല്ല. ഞാൻ പറയാം, കോട്ടയത്ത് IIITയിൽ ജൂൺ മാസം 17-ാം തീയതി ഒരു കോഴ്സ് തുടങ്ങി. അത് IIIT എൻ്റെ വകുപ്പല്ല, അത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വകുപ്പാണ്. അവിടെ നടപ്പിലാക്കിയത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അതായത് ഇൻ്റർനെറ്റ് നിങ്ങൾക്കറിയാം, തിങ്സ് എന്ന് പറഞ്ഞ വസ്തുക്കൾ. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന, ഉദാഹരണത്തിന് ജോലിക്ക് പോകുന്നവർ, എന്ത് ജോലിയായാലും, ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ആയാലും പോയി അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് സംശയം തോന്നുന്നത്, ഗ്യാസ് ഓഫ് ചെയ്തു, ഒരു സംശയം, ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ അതിനുള്ള പണിയുണ്ട്. എന്താ അത്? ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ റിമോട്ട് പോലൊരു സാധനം കാണും. അതിലൂടെ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, ഫ്രിഡ്ജ് വേണമെങ്കിൽ ഇടയ്ക്ക് ഓഫ് ചെയ്യാം, പിന്നെ ഓൺ ചെയ്യാം, ഫാൻ ഓഫ് ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ കണക്ട് ചെയ്യുന്ന, അതപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ വരും. ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ ഈ ഫോണും കൊണ്ട് പോയിട്ട്, ഇപ്പം നിങ്ങളുടെ വീട്ടിലെ 8ാം ക്ലാസ്സുകാരനോട് കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം പൈസ തരാനല്ലല്ലോ പറയുന്നത്, ഫോൺ തരാനല്ലേ പറഞ്ഞിരുന്നത്. ഫോൺ കൊണ്ട് പോയിട്ടല്ലേ ഇത് വാങ്ങിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇതെല്ലാവരുടെയും കയ്യിലേക്ക് വരാൻ അതിന് വലിയ പൈസയൊന്നും വേണ്ട. അതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം, അവിടെ നിങ്ങളുടെ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവിടെ പോയി അവർക്ക് പഠിക്കാം. ഫ്രീ ആണ്, ഒരു പൈസ പോലും കൊടുക്കണ്ട. മാത്രമല്ല ഇങ്ങോട്ട് കിട്ടും, സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടണം. ഇവിടെ മുൻ മന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ വേണ്ടത് മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിന് മത്സ്യശക്തി എന്നുള്ള രീതിയിൽ ഉള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇവിടെ പറഞ്ഞു ഹാശരി, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ കേജ് ഫാമിംഗ്, ഇതൊക്കെ തന്നെ ഇവിടെ നടപ്പിലാക്കാനുള്ള ട്രെയിനിങ് തരിക. അതെന്തിനാണ് അങ്ങനെ തരുന്നത്? നിങ്ങൾ തന്നെ സംരംഭകരാകുക, നിങ്ങൾ തന്നെ ഇത് ചെയ്യുക, ബിസിനസ് ചെയ്യുക. നിങ്ങൾ ജോലിക്കാരാകുന്നതിന് പകരം വേറെ ഒരാൾക്കും കൂടെ ജോലി കൊടുക്കുക, അല്ലെങ്കിൽ 2 പേർക്ക് ജോലി കൊടുക്കുക. എനിക്കറിയാം, ആന്ധ്രാപ്രദേശിലെ ഒരാളുണ്ട്, ഒരു MP, രാജ്യസഭയിലെ MP ആണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം വളരെ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് 10 സെൻറ്റ് കണ്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് വേസ്റ്റ് ലാൻഡുണ്ട്. നമുക്കിവിടെ അറിയത്തില്ല, അത് ഈ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് വേസ്റ്റ് ലാൻഡില്ല, പുല്ല് കിളിക്കുകയില്ലാത്ത സ്ഥലം. അതാണ് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അവിടെ 50 സെൻറ്റ് ഉണ്ടായിരുന്ന വേസ്റ്റ് ലാൻഡ്, അത് സർക്കാരിൽ നിന്ന്, അവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് അദ്ദേഹം തൂമ്പായിടത്ത് കിളിച്ചിട്ട് ഒരു കുളം ഉണ്ടാക്കി. തന്നത്തെ ഒരു കുളം ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്കറിയാമല്ലോ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ സംവിധാനമൊക്കെ വിരിച്ച് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച്, കുടത്തിലുമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് അവിടെ ചെമ്മീൻ വളർത്തി. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലെന്ന്. അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം? പിന്നെ അത് 10 സെൻറ്റ്, 20 സെൻറ്റ്, 30 സെൻറ്റ്, 50 സെൻറ്റ് മുഴുവൻ കൃഷി ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ 10,000 തൊഴിലാളികളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യ കർഷകനാണ്, കയറ്റുമതി ചെയ്യുന്നയാളാണ്. 10,000. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കുളത്തിൽ പോയി നോക്കിയാൽ അപ്പോഴറിയാം എന്താ കുഴപ്പം, എന്ത് വേണം
എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പരാജയപ്പെടില്ല. കാരണം 10-15 വർഷം ഞാൻ തന്നെ കളച്ച് വെള്ളം കൊണ്ടുപോയി ഒഴിച്ച് അതിൽ നിന്ന് ബക്കറ്റിൽ മുക്കി വെള്ളം കളഞ്ഞ് വീണ്ടും ഒഴിച്ച് ഞാൻ വളർത്തിയതാണ്. അപ്പം ഈ 10 സെന്റിൽ ജീവിച്ച ആളിന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഈ രംഗത്തെ ഏറ്റവും വലിയ കോടീശ്വരനാകാമെങ്കിൽ നിങ്ങൾക്കുമാകാം. അധ്വാനം മാത്രം മതി. ഞാൻ പറഞ്ഞതുപോലെ അധ്വാനം മാത്രം മതി. കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെക്കണം. അത് മാത്രമേ സാധിക്കുകയുള്ളൂ. സൂക്ഷിച്ച് വെച്ച് നിങ്ങളൊരു വസ്തു വാങ്ങിച്ചോ, ഒരു സാധനം വാങ്ങിച്ചോ, അത് കഴിഞ്ഞിട്ട് സൂക്ഷിച്ച് വെച്ച് വേറൊന്നും വാങ്ങിക്കുക. അത് വാങ്ങിക്കുന്നതിലൂടെ എന്താ ഗുണം? ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവർക്ക് ജോലി കിട്ടും. അപ്പോൾ ആ സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വേറൊന്നുണ്ട്. ഇന്ത്യയിലെ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണെങ്കിലും ജോലി കിട്ടുന്ന അവസരത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ അവസരത്തിൽ ഇതെല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ നിങ്ങൾ കാണിയാലോ, ഇന്ന സ്ഥലത്ത് ന്യൂനപക്ഷം കുറവ്, ഇന്ന സ്ഥലത്ത് ഭൂരിപക്ഷം കുറവെന്നൊക്കെ ന്യൂസ് വരും. അതുപോലെ ഈ ട്രെയിനിങ്ങിലും ഇത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ഇത് ഭൂരിപക്ഷത്തിനുമുണ്ട്. നിശ്ചിത ശതമാനം 15% തൊട്ട് 25% വരെയും ഭൂരിപക്ഷ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഈ ട്രെയിനിങ് കിട്ടും. ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ കിട്ടും. അപ്പം ആദ്യം ഞാൻ പറഞ്ഞു ഹാർച്ചറിയും അതുപോലെ തന്നെ കേജ് ഫാമിങ്ങും ഒക്കെ പറഞ്ഞു. പിന്നെ ഉള്ളത് സ്ത്രീകൾക്ക് മാത്രമുള്ളത്. മുമ്പേ പറഞ്ഞതിൻ്റെ അകത്ത് ചുരുങ്ങിയത് 35% സ്ത്രീകൾ ഉണ്ടായിരിക്കും. ചുരുങ്ങിയത്, മുഴുവൻ വേണേലും കുഴപ്പമില്ല. രണ്ടാമത്തത് ഈ ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതിയാണ്. സ്ത്രീകൾക്ക് മാത്രം. എങ്ങനെയാണ് ലൈഫ് സ്കിൽസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെ പോയാലും പരാജയപ്പെടും. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ബാങ്കിൽ പോയാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ബാങ്കിലെ ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എങ്ങനെയാണ് ഓഫീസിൽ പോയാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് മാനേജ്മെൻറ്റിൻ്റെ രീതി, ഇതാണ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ എങ്ങനെ സമൂഹത്തിൽ വൃത്തിയോടുകൂടി നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും, അത് ആരോഗ്യ രംഗത്തുള്ള പരിപാലനം, അതിനുള്ള ട്രെയിനിങ്. വെറുതെ തരുന്നതല്ല, അത് നിങ്ങൾക്ക് ജോലി കിട്ടും. അതിനുവേണ്ടിയുള്ള ജോലി സർക്കാരിൻ്റെ രംഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള എല്ലാ പരിശീലനങ്ങളും നിങ്ങൾക്ക് തരും. അത് ഹെൽത്ത് ഫീൽഡിലുണ്ട്, അതുപോലെ തന്നെ ശുചീകരണത്തിൻ്റെ ഫീൽഡിലുണ്ട്, ബാങ്കിങ് ഫീൽഡിലുണ്ട്. നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയാൽ എന്തെല്ലാം കിട്ടും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് അത് ആത്മവിശ്വാസം കൊടുക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി അപ്പോൾ ഇങ്ങനെ പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കാരിൻ്റെ സഹായം വേണം. FFPO എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് സംവിധാനമുണ്ട്. ഫിഷ് ഫാമേഴ്സ് പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ മത്സ്യപ്രവർത്തകർക്ക് വേണ്ടിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആ സൊസൈറ്റിക്ക് ഏതാണ്ട് 30 ലക്ഷം രൂപയോളം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടും. 30 ലക്ഷം രൂപയോളം ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ട്രെയിനിങ് തരിക മാത്രമല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി തരിക മാത്രമല്ല, നിങ്ങളെ സംരംഭം തുടങ്ങിയാൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായമുണ്ടാകും. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനിവിടെ സംവിധാനമുണ്ട്. എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു തരാനും പഠിപ്പിക്കാനും ഇവിടെ സംവിധാനമുണ്ട്. ഇവരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോലെ കതിരിട്ട് നടക്കുന്ന ഒറ്റയൊരു പഠിപ്പിക്കരുത്. ഞാൻ മസ്താൻ റാവുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മറ്റേ ആന്ധ്രാക്കാരൻ്റെ. അതുപോലെ മത്സ്യം പ്രവർത്തനം നടത്തുന്ന, മത്സ്യത്തിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഇതിൻ്റെ അത് ഉൾപ്പെടുത്താവുള്ളൂ. കാരണം നോക്കിയാൽ മനസ്സിലാകണം ഏതാണ് മത്സ്യം, അതെങ്ങനെ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ മാത്രമേ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള മത്സ്യപ്രവർത്തകരും മത്സ്യ കർഷകരും അതിൻ്റെ മണമടിക്കാനും അതിനെ പിടിക്കാനും അതിൻ്റെ വെള്ളം തെളിക്കാനും അതിനെ ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന മാനസികാവസ്ഥ ഉള്ളവർ മാത്രം മതി.
അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സംവിധാനം ഇപ്പോൾ FFPO ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു CBBO ഉണ്ട്. അത് ഗ്രിംസൻ്റെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരാണ് നിങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങളെല്ലാം എത്തിച്ചു തരുന്നത്. അതിൻ്റെ സംവിധാനം പൈസ എത്തിച്ചു തരുന്നത്, അതിൻ്റെ മുകളിലുള്ള ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇവരെ ബന്ധപ്പെട്ടാൽ മതി. CMFRIയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അപ്പോൾ ഈ ട്രെയിനിങ്, അതിനുശേഷമുള്ള എൻ്റർപ്രണർഷിപ്പ്, അതിനുശേഷം ജോലി വേണം, അതിനുവേണ്ടിയുള്ള സംവിധാനം, ഇതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അധ്വാനം മാത്രം മതി. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് രാഷ്ട്രത്തിനും കൂടെയാണ്. രാഷ്ട്രത്തിനെ അത് വളർത്തുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തൊഴിൽദായകരായിട്ട് മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥന. ഒരിക്കൽ കൂടി പറയുന്നു, ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, സംരംഭകർക്ക് ട്രെയിനിങ് ലഭിക്കും. 15% തൊട്ട് 25% ഉള്ളവർക്ക് അതിനുവേണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതാണ് ഈ പദ്ധതി. സൗജന്യമാണ് ട്രെയിനിങ്, സ്റ്റൈഫൻഡ് കിട്ടും. അപ്പോൾ അതെവിടെ വേണമെങ്കിലും നമ്മുടെ IIT-യിൽ, പാലക്കാട് IIT-യിൽ വളരെ സാങ്കേതികമായിട്ടുള്ള, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ട്, അതുടനെ MOU, നിങ്ങൾ കണ്ടില്ലേ, ഈ പത്രത്തിൽ കണ്ടിട്ടുണ്ട്, MOU സൈൻ ചെയ്തു. ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഈ സംവിധാനമാണ്. 2 പേര് തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. 2 പേര് അവരവരുടെ സ്ഥലത്ത് ഒപ്പിട്ടിട്ട് കൈമാറിയിട്ട് മറ്റേ ആൾ ഒപ്പിട്ടതിന് ശേഷം ഇത് ഷോ ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ ഇത് കൈമാറിയിട്ട് ഷെയ്ക്കാൻ കൊടുക്കും. ലോകത്തെല്ലായിടത്തും മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയുന്നതാണ്. ഈ സംവിധാനമാണ് എല്ലാ രാജ്യങ്ങളിലും എവിടെയും സംവിധാനം നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട സാധനമാണ്. അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യം കോട്ടയത്ത് IIIT-യിൽ, ഇവിടെ ഇനി മിക്കവാറും ഉടനെ IIT, ഇനി ഡൽഹിയിൽ നടന്നത് അതിപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്കറിയാം, അല്ല കൊച്ചുകുട്ടികൾക്കൊക്കെ അറിയാം. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത് എൻ്റെത് റിയലാണ്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്ക്രീനിലാണെങ്കിൽ അല്ലെങ്കിൽ TV-യിലാണെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് പേരും കൂടെ ഇരിക്കുന്നതായിരുന്നു, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് പേര് ഇരിക്കുന്നതായിരുന്നു. എനിക്ക് റിയലായിട്ട് തോന്നി. അതിനെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ചാനലുകളിലൊക്കെ ഇങ്ങനെ ന്യൂസ് വായിക്കുന്നതിനിടയിൽ ഒരു മതിൽ പോലെ ഒരു സാധനം വരുന്നതാണ്, അതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങൾ കാണുന്ന ഓഗ്മെന്റഡ് റിയാലിറ്റിയാണ്. അത് നമ്മൾ ഉടനെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുകയാണ്. അതുപോലെ വിർച്വൽ റിയാലിറ്റി, നമ്മൾ സ്റ്റാർ വാർസ് കണ്ടിട്ടുള്ള ഹെഡ്സെറ്റ് വെച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം. ഇത് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണെങ്കിൽ, ആദ്യത്തിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവുക. ഈ തിരുവനന്തപുരത്തുണ്ടല്ലോ മറ്റേ സ്റ്റാർസിൻ്റെ ഉള്ള ഒരു സംവിധാനമുണ്ട് തിരുവനന്തപുരത്ത്, ഇല്ലേ? പ്ലാനറ്റ്സിനെയൊക്കെ കാണുന്ന പ്ലാനറ്റോറിയം തിരുവനന്തപുരത്തുണ്ടോ? അത് പണ്ടെന്ന് പറയുന്നത് നമ്മൾ ആകാശത്തിലിരിക്കുന്ന പോലെ ഇങ്ങനെ എല്ലാം കാണാമായി. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകും. നമ്മൾ സ്റ്റാർ വാർ നടക്കുകയാണ്, അതിൻ്റെ അകത്ത് നമ്മൾ പോയി നിൽക്കുന്ന പോലെ നമ്മുടെ പ്രസൻസ് അതിൻ്റെ അകത്താണ്. അതാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് പലരും യുദ്ധം ചെയ്യുന്നു, നമ്മളതിൻ്റെ അകത്തുണ്ട്. ആ രീതിയിലുണ്ട്. അതും കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയുള്ള എല്ലാ ഈ സാങ്കേതിക വിദ്യയും, അതാണ് ഞാനിപ്പോൾ പറയുന്നത്, ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ കുറച്ച് കാലഘട്ടം കൊണ്ട് സൗജന്യമായിട്ട് സ്റ്റൈഫൻഡ് വാങ്ങി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടവർക്കായാലും അത് കിട്ടുന്നതാണ്. ഇത് ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ്. PM വികാസ് അതിനെപ്പറ്റിയെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ലോകത്തിൽ മത്സരങ്ങൾ കൂടുകയാണ്. എല്ലാ രാജ്യങ്ങളും തമ്മിൽ മത്സരമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലനിൽപ്പ് വേണമെങ്കിൽ, ഓരോ കുടുംബവും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വത്ത് വേണം, നിങ്ങൾ അധ്വാനിക്കണം, സ്വത്ത് വേണം, സാമ്പത്തികം വേണം. അതേ രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെ വാങ്ങിക്കാവുള്ളൂ. ആരുടെ വേണമെങ്കിലും പണം മുടക്കിക്കൊണ്ട്, ഏത് കമ്പനിയുമാകട്ടെ. ഇന്ത്യക്കാരൻ്റെ വിയർപ്പിൻ്റെ ഫലമുള്ള വസ്തുക്കളെ വാങ്ങിക്കാവുള്ളൂ. എന്താ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി ചില ശക്തികൾ വരുന്നു.
നമ്മൾ വളരാതിരിക്കാൻ വേണ്ടി ചില ശക്തികൾ ശ്രമിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. അതിന് വെച്ചുറപ്പിക്കാൻ സാധ്യമല്ല. അതിന് ജനങ്ങൾക്കേ സാധിക്കുള്ളൂ, ഭരണാധികാരിക്ക് സാധിക്കില്ല. നമ്മൾ വളരുന്നത് ജനങ്ങളുടെ വളർച്ച, ജനങ്ങളുടെ അധ്വാനം കൊണ്ടാണ്, ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഫോറിൻ എന്നുള്ളതൊന്നും വാങ്ങിക്കരുതെന്നല്ല, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച എന്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഏത് ഉൽപ്പന്നവും വാങ്ങിക്കാം. അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ 3-ാം സ്ഥാനത്തേക്ക് പോകും. 3-ാം സ്ഥാനത്തേക്ക് നമ്മൾ പോകുകയാണ്. ലോകത്തിലെ 3-ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. അതെല്ലാം തുള്ളികളായിട്ട്, ഇതുപോലെ തുള്ളികളായിട്ട് ഓരോ വ്യക്തികൾക്കും കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ, സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത് പോലെ, അതിന് കേന്ദ്രത്തിൽ നിന്ന് 30 ലക്ഷം രൂപ കൊടുക്കുന്നത് പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള സംവിധാനം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഇവിടെയുള്ളവരും പറയാൻ മറന്നു. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്, നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതിൻ്റെ അകത്ത് എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. മത്സ്യപ്രവർത്തനവുമായിട്ടുള്ള ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരും രജിസ്റ്റർ ചെയ്യണം. അറിയില്ലെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചാൽ മതി. അതായിരിക്കും അടിസ്ഥാനം. ഫിഷറീസ് രംഗത്തുള്ളവരുടെ സഹായത്തിന്, ആനുകൂല്യങ്ങൾക്ക് എല്ലാം അടിസ്ഥാനം അതായിരിക്കും. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ, കിസാൻ സന്മാൻ നിധിയുടെ രജിസ്ട്രേഷൻ ഉണ്ടായപ്പോൾ ചില തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് പലർക്കും അത് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് അവർ ഓടി നടക്കുകയാണ് എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്. ആ അവസ്ഥ ഉണ്ടാകരുത്. എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്താൽ അവർക്ക് മാത്രമേ ഭാവിയിൽ, ഇപ്പോഴല്ല, ഭാവിയിൽ ഞാൻ പറഞ്ഞ ഈ ഫിഷർമാനുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് മാത്രമേ കിട്ടൂ. അല്ലാതെ ഏതെങ്കിലും പണക്കാരൻ്റെ പേരിൽ അത് കിട്ടില്ല. ഇതിൻ്റെ അകത്തെ പണക്കാർക്ക് കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ പണക്കാരാകുകയാണെങ്കിൽ അതിന് ചില ബോട്ടുകൾക്കും അങ്ങനെയുള്ളതിനുമൊക്കെ സഹായം കിട്ടും. അപ്പം അതുകൊണ്ട് എല്ലാവരോടും പറയുക, ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഒരു 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ സാച്ചുറേഷനാണ്. പിന്നെ ആൾക്കാർ തെറ്റായിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തും. അതുകൊണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ഫിഷറീസ് രംഗത്തുള്ള ആനുകൂല്യങ്ങൾ, എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, ഭാവിയിൽ ലഭിക്കാൻ പോകുന്നത്, ഇപ്പം പറഞ്ഞതിൻ്റെ ഇരട്ടിയോ 10 ഇരട്ടിയോ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സർവേ ആൾക്കാരെ രജിസ്റ്റർ ചെയ്യിക്കണം. നിങ്ങളുടെ അയൽവാസികളോട് പറയണം, കൂട്ടുകാരോട് പറയണം, നാട്ടുകാരോട് പറയണം. അറിയാവുന്നവരോടെല്ലാം, മത്സ്യപ്രവർത്തകരോട് മാത്രമേ പറയാവുള്ളൂ, അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.